റിയാക്ഷനൊക്കെ വേണ്ടിയിട്ട് വെൽക്കം ചെയ്യുന്നുണ്ട് കേട്ടോ നമ്മുടെ കണ്ടസ്റ്റന്റ്. ഓക്കെ, ആദ്യം വെൽക്കം ചെയ്യുന്നു നമ്മുടെ മൊഞ്ചൻ നജീംക. നജീംക ഔട്ട് ഓഫ് 40 ആണ് മൊഞ്ചനായി. ഓക്കെ, നമ്മുടെ ചുള്ളത്തി സജിലത്ത. നമ്മുടെ സുന്ദരി ജിഷ ചേച്ചി. ഓക്കെ, അപ്പം സുറുമി ബാക്കിയുള്ള കണ്ടസ്റ്റൻസിനും കൂടെ ചേർന്നിട്ടല്ലേ ഇതൊക്കെ പറഞ്ഞിട്ടുള്ളത്? ഓക്കെ, അപ്പം നിങ്ങൾക്കും കൂടെ ചേർന്നിട്ടാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പം മാക്സിമം അവർ മനസ്സിൽ വെച്ചിട്ടുണ്ട്, മാക്സിമം മാർക്സ് ഒക്കെ തരും, പക്ഷെ നന്നായിട്ട് പെർഫോം ചെയ്യണം. ഓക്കെ, ഞങ്ങൾ കളിയൊക്കെ നിർത്തി വെച്ചത് ഓൺലി ബിക്കോസ് ഓഫ് നിങ്ങൾക്ക് കോമ്പറ്റീഷന് വേണ്ടിയിട്ടാണ്. ഓക്കെ, നന്നായിട്ട് പെർഫോം ചെയ്യില്ലേ? എപ്പിസോഡ് കിട്ടില്ല നോക്കൂലേ? ഓക്കെ, അപ്പൊ നമുക്ക് ഇതേ ജോഷോടെ ഞാൻ സ്വാഗതം ചെയ്തു നമ്മുടെ സ്വന്തം ഓർക്കസ്ട്ര ടീം. ഇപ്പൊ കണ്ടസ്റ്റൻസ് ഒക്കെ റെഡി ആണല്ലോ? നല്ല രസമുണ്ട് കേട്ടോ, നല്ല ഭംഗിയായിട്ട് ഡ്രസ്സൊക്കെ ചെയ്തിട്ടുണ്ട്. കണ്ടസ്റ്റൻസ് ഒക്കെ റെഡി ആയിട്ടുണ്ട്. അപ്പൊ ബാക്കിയുള്ള പിള്ളേരൊക്കെ പൊക്കെ നമ്മൾ ഈ എപ്പിസോഡ് ഞങ്ങൾ ബ്ലാസ്റ്റ് ചെയ്യാൻ പോവാണ്. ഓക്കെ, ഓടിക്കോ ബാക്കിയുള്ളവരൊക്കെ. ഇന്നത്തെ കുട്ടിപ്പട്ടുമാൽ എപ്പിസോഡിൽ ആദ്യമായിട്ട് ഇശൽ തമാശ റൗണ്ട് ആണ്. ഓക്കെ, ഇശൽ തമാശ റൗണ്ടിന് സുറുമിക്കുട്ടി വെയിറ്റ് ചെയ്യാണ്. ഞാൻ വെൽക്കം ചെയ്തോട്ടെ. ഐ വെൽക്കം സുറുമി. സുറുമിക്കുട്ടി കോമ്പറ്റീഷന് വേണ്ടി ആദ്യമേ റെഡിയാ നിൽക്കാം അല്ലേ? കണ്ടോ, ഭയങ്കര ഡെഡിക്കേഷൻ ആണ്. സുറുമിക്കുട്ടി ഇത്തിരി വായാടിയാന്ന് തോന്നുന്നു. അങ്ങനൊന്നുമില്ല. ഇതിനു മുമ്പ് ആങ്കറും ചെയ്തിട്ടുണ്ട് കേട്ടോ. ഓ യാ, മൾട്ടി ടാലന്റ് ആണ്. അപ്പൊ എന്തായാലും പാട്ട് കിടിലമാക്കണം. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. ഓൾ ദി ബെസ്റ്റ്.
നന്നായിട്ടുണ്ട് കേട്ടോ. നല്ല രസമുണ്ട് കാണാനും. എനിക്ക് പാട്ട് ഒത്തിരി ഇഷ്ടമായി കേട്ടോ. നമുക്ക് ജഡ്ജസിന് ഇഷ്ടമായും ചോദിക്കാം. ചോദിക്കാം. ആദ്യമായി സജിലെത്താ. സുറുമി, എനിക്ക് പാട്ടിനെക്കാട്ടും ഇഷ്ടപ്പെട്ട ആ കൂളിംഗ് ഗ്ലാസ് ആണ്. ആ എനിക്ക് തരുമോ അത്? കൊടുത്തോ. ഡ്രൈവ് ചെയ്യുമ്പോ എനിക്ക് ചെത്തി. സ്വാതിയുടെയാ? എനിക്ക് വാങ്ങിച്ചു തരാം അവനോട് പറഞ്ഞിട്ട്. തന്നെ നീ എനിക്ക് എന്താ തരാ? കൊറേ ഗോൾഡ് ഒക്കെ ഇട്ടിട്ടാ വന്നേ. റെന്റിന് വാങ്ങിച്ചല്ലേ? അയ്യോ ഇത് മുന്നേടെയാ. അയ്യോ അപ്പൊ നിന്റേതായിട്ട് എന്തേലും ഉണ്ടോ? എന്റേതായിട്ടാ. ഇതെന്താ? ഇതിനകത്ത് എന്താ പൈസ അല്ലേ? പൈസ ഉണ്ടോ അതില്? എത്രയുണ്ട്? ചില്ലറ ഉണ്ടാവുള്ളൂ. അതാണോ നിന്റെ അടുത്ത് ആകെ ഉള്ളൂ? അതല്ല, പക്ഷെ ഇത് ഇതിനു വേണ്ടിട്ടല്ലേ, അതാണ് ഇത്ര ഇട്ടുള്ളൂ. അപ്പൊ പൈസ കൊറേ ഉണ്ട് അല്ലേ? അപ്പൊ എനിക്കെന്താ തരാന്ന് പറഞ്ഞില്ല. ഞാനിപ്പോ വരാട്ടാ. നന്നായി പാടിട്ടാ. നല്ല എനർജി ഉണ്ടായിരുന്നു. ഒരു കുഞ്ഞ് എന്താ പറയാ, ചെറിയൊരു വോയിസ് ആണ്. അതിൽ മാക്സിമം എനർജി കൊടുത്തിട്ട് ഒരു തമാശ പാട്ട് അങ്ങനെ പാടണല്ലോ നമ്മളല്ലേ. നല്ല എനർജിയിൽ പാടണം. മാക്സിമം എനർജി കൊടുത്തിട്ടുണ്ട്. ചില സ്ഥലങ്ങൾ പാടി പാടി വരുമ്പോൾ ഒന്ന് തളർച്ച വരുന്നുണ്ടെങ്കിലും അതൊക്കെ കൺട്രോൾ ചെയ്ത് മാക്സിമം പാടാൻ ശ്രമിച്ചിട്ടുണ്ട്. നന്നായി. നന്നായി പാടി പറ. നന്നായി പാടി. മോളുടെ ആ ജലദോഷമൊക്കെ മാറിയില്ലേ? അപ്പൊ നല്ല സ്വീറ്റ് ആയിട്ടുള്ള സൗണ്ട്, നല്ല ലെങ്തി ആയിട്ടുള്ളൊരു സോങ്. മോളെ ഫുൾ ത്രൂ ഔട്ട് ദ സോങ്ങില് ആ എനർജി കീപ്പ് ചെയ്ത് മെയിൻറ്റെയിൻ ചെയ്ത് പാടി. അതിന് വലിയൊരു കൺഗ്രാറ്റ്സ് കേട്ടോ. ആദ്യം പിന്നെ കുഞ്ഞു വോയിസാ സജില പറഞ്ഞ പോലെ. അതിൽ തന്നെ മാക്സിമം പവർ കൊടുത്ത് പാടാൻ നോക്കിയിട്ടുണ്ട്. അതിന് മോള് 100% സക്സസ് ആയി. പിന്നെ എന്തുവാ, പിന്നെ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടൊരു കാര്യം എന്നാ അറിയോ? വണ്ടിക്കാരൻ ധീരാങ്കാക്ക രണ്ടാം എന്ന് പറയുമ്പോൾ ഒരു എനർജി ഉണ്ടല്ലോ അവിടെ. ഓരോ പ്രാവശ്യം ആ ലിറിക്ക് പറയുമ്പോൾ മോള് ഭയങ്കര എംഫസൈസ് ചെയ്തിട്ടാ പറയണേ കേട്ടോ. അത് സൂപ്പർബായിരുന്നു. അത് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് ഭയങ്കര ഒരു തമാശ ഫീൽ ചെയ്യുന്ന രീതിയിൽ തന്നെയാണ് മോളത് പറഞ്ഞുകൊണ്ടിരുന്നത്. ഒരേ ഒരു കാര്യം എനിക്ക് തോന്നിയത്, ഇരുന്നില്ലേ പെട്ടെന്ന് ഇരുന്നിട്ട് ഇരിക്കും ആ ഒരു ജസ്റ്റ് എനിക്ക് മൈക്കിന്റെ പൊസിഷനിങ് മറ്റോ മാറിയിട്ടാണോ ലെവൽ ഒന്നിച്ചിരി അങ്ങനെ വരുമ്പോ അങ്ങനെ വന്നതാ അല്ലേ? അപ്പൊ അത് മാത്രം എനിക്കൊന്ന് മൈക്ക് പൊസിഷനിങ് മാറിയിട്ടാവും. അപ്പൊ കേൾക്കുമ്പോൾ നമുക്ക് ഇച്ചിരി ആ ഒരു വരി മാത്രം ലെവല് കുറഞ്ഞു. പക്ഷെ അത് റിപ്പീറ്റ് ചെയ്തപ്പം എഴുന്നേറ്റിക്കുമായിരുന്നു. അപ്പൊ എങ്ങനെയുണ്ടായിരുന്നു? ഇങ്ങനെയുണ്ടായിരുന്നു. സൂപ്പർ ബാന്ന് പറയാം. എന്നായിരുന്നു കേട്ടോ. പിന്നെ അത് ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്, രണ്ടാളും 30-ലാണ് മാർക്കിടുന്നത് കേട്ടോ. ആ ഒരു ഫ്ലൈയിങ് കിസിന്റെ പേരും പറഞ്ഞ് ഇവിടെ വന്ന് കൊടുത്ത ഉമ്മയൊക്കെ ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. നെക്സ്റ്റ് ടൈം മോളെ ചേച്ചി. ഓക്കെ ഓക്കെ. ഓക്കെ. എന്തായാലും ഒരു വെറൈറ്റി വോയിസ് ആണ്. നല്ലൊരു സംസാരിക്കും, വലിയ ആളുടെ സംസാരവും പാട്ട് പാടി തുടങ്ങിയ അപ്പോൾ ഒരു വളരെ ചെറിയൊരു കുഞ്ഞിൻ്റെ ശബ്ദവും ആണ് കേട്ടോ. നന്നായിട്ട് പാടിയിട്ടുണ്ട്. പിന്നെ ഈ പറഞ്ഞ പോലെ ഇരുന്നപ്പോഴാണ് നമ്മൾ ഈ പെർഫോമൻസ് റൗണ്ടൊക്കെ വരുന്ന സമയത്ത് നമ്മൾ ഈ ഭയങ്കരമായിട്ട് ബോഡി അങ്ങനെ മൂവ് ചെയ്ത് കഴിഞ്ഞാൽ പാട്ട് പോവും. നമ്മൾ ഇനിയുള്ള റൗണ്ടിലാണേ. അപ്പോൾ അതൊക്കെ ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. കാരണം നമ്മൾ പാട്ട് പോയി കഴിഞ്ഞാൽ പാട്ടല്ല നമ്മൾ മെയിനായിട്ട് നോക്കണേ. അത് മാത്രമേ ഉള്ളൂ. ബാക്കിയെല്ലാം ഓക്കെയാണ്. പാടിയതും ബോഡി ലാംഗ്വേജ് ഒക്കെ ഓക്കെ. ഓൾ ദി ബെസ്റ്റ്. ഓക്കെ, കമന്റ്സിലൊക്കെ ഹാപ്പിയാണ്. നമുക്ക് മാർക്സിലേക്ക് പോവാം. ജിസി ചേച്ചി സ്റ്റാർട്ട് ചെയ്യാം. അവിടെ ഉമ്മയൊക്കെ കൊടുത്താലും ചേച്ചിക്ക് ചെറിയൊരു വിഷമമൊക്കെ ഉണ്ട്.
പോരാ. തരാം. ഷുവറാ? തരാം. മറന്നു പോകത്തില്ലല്ലോ? ഈ പ്രാവശ്യം ശ്രീയാമക്ക് ചുമ്മാ വിട്ടേക്കാം അല്ലേ? ഓക്കെ പോട്ടെ പാവം. പോട്ടെ പാവല്ലേ. On 30, 28.5. 28.5 out of 30. സുജിലത out of 30. 28. 28 out of 30. Najimka out of 40. ഔട്ട് ഓഫ് 40 38. 38 out of 40. So in total 94.5 out of 100. Okay. അപ്പം എന്തായാലും നന്നായിട്ട് പാടി. കുറച്ചും കൂടെ ചെറിയ ചെറിയ എന്തൊക്കെയോ കറക്ഷൻസ് ഒക്കെ പറഞ്ഞിട്ടുണ്ട്, ചെറിയ ചെറിയ മിസ്റ്റേക്സ് ഒക്കെ പറഞ്ഞിട്ടുണ്ട്. അതൊക്കെ കറക്റ്റ് ചെയ്ത് നെക്സ്റ്റ് ടൈം വരുമ്പം സൂപ്പർ ആയിട്ട് പെർഫോം ചെയ്യണം. ഓക്കെ, വെൽക്കം ബാക്ക് ടു കുട്ടി 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 പട്ടുരുമാൽ. കുട്ടി 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 പട്ട് ശ്രേയക്കുട്ടി, അടുത്തതായിട്ട് നമ്മുടെ എപ്പിസോഡിൽ ഇശൽ തമാശ റൗണ്ടാണ്. അതെ, എനിക്ക് ഇതിലുള്ള എല്ലാ പാട്ടുകളുടെയും റൗണ്ട് ഭയങ്കര ഇഷ്ടപ്പെട്ടു. മൈലാഞ്ചി സോങ്സ് ആണെങ്കിലും ലെജൻഡറി സോങ്സ് ആണെങ്കിലും ഇശൽ തമാശ കോമഡി അല്ലേ? കോമഡി സോങ്സും എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. നല്ല ജോണാസ് അല്ലേ? അതെ, എല്ലാവർക്കും നന്നായിട്ട് പെർഫോം ചെയ്യാൻ പറ്റുന്ന ഒരു ലെവലിലാണ് റൗണ്ട്സ് ഒക്കെ സെറ്റ് ചെയ്തിരിക്കുന്നത്. അതെ. ഓക്കെ, വി ആർ സോ ഹാപ്പി. എന്തായാലും സ്പെഷ്യൽ ഗസ്റ്റിന്റെ സ്പെഷ്യൽ കോംപ്ലിമെന്റ് ഒക്കെ കിട്ടിയിരിക്കുകയാണ്. അപ്പൊ ഈ റൗണ്ടിൽ പാടാൻ വേണ്ടിയിട്ട് തീർത്ത വെയിറ്റ് ചെയ്യാണ്. വെൽക്കം ചെയ്തോട്ടെ. ഓക്കെ, തീർത്ത പ്ലീസ്. അയ്യോ, തല്ലാൻ വരല്ലേ, ഞാൻ ഇവിടെ പാടാൻ വന്നതാ. ഞാനും പാടാൻ വന്നതാ. ഓഹോ, ഇതിനാണോ ഇത്രയും വലിയ ബിൽഡപ്പ്? ഞങ്ങൾ പേടിച്ചു പോയി. എന്തായാലും കോമ്പറ്റീഷനിലൊക്കെ സെറ്റ് ആണോ? പിന്നെ എന്തിനാ ആദ്യം തന്നെ ശ്രേയക്കുട്ടിനെ പേടിപ്പിച്ച്? വെറുതെ അല്ലേ? ഓക്കെ, ചുമ്മയാണ് കേട്ടോ, ഞാൻ പേടിച്ചേ. ഓക്കെ, എന്തായാലും ഇശൽ തമാശയാണ് കോമഡി റൗണ്ട് അല്ലേ? എല്ലാം സെറ്റ് ആണല്ലോ, നന്നായിട്ട് പെർഫോം ചെയ്യല്ലോ. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു.
സ്വപ്നം കാണാൻ എന്തധികാരം പാടുകിഴവന് ഒരിളം കുരുന്നിനെ ബലി നൽകുന്നധികാരം ചെറ്റക്കുടിലിൽ തരുണികൾ കഴിയുന്നു കണ്ണുനീർ തോരാതെ ചുളുവിൽ അവരെ വിലയ്ക്കു വാങ്ങാൻ പണക്കിഴവന്മാർ പരാകെ ഞൊണ്ടിക്കാലൻ കുഞ്ഞാലിക്കും രണ്ടാം കെട്ടിന് ചെറുപൂതി കഴുക കണ്ണാൽ പാഞ്ഞു നടക്കും വണ്ടിക്കാരൻ ദല്ലാളി ഫോട്ടം പലതും കണ്ടിട്ടങ്ങിന് കെട്ടിനിറങ്ങി കുഞ്ഞാലി നോട്ടം കണ്ടാലറിയാമാളൊരു വേഷം കെട്ടിയ കന്നാലി ഞൊണ്ടിക്കാലൻ കുഞ്ഞാലിക്കും രണ്ടാം കെട്ടിന് ചെറുപൂതി കഴുക കണ്ണാൽ പാഞ്ഞു നടക്കും വണ്ടിക്കാരൻ ദല്ലാളി അധരം കണ്ടാൽ അധരം കണ്ടാൽ തോറ്റുപോകും ചുണ്ടലി നരവീണ മണ്ടയിൽ അങ്ങിങ്ങു മണ്ടരി കുളിപ്പിച്ചാൽ കരിയോയിൽ കിട്ടുന്ന മാതിരി കളറാണ് റബ്ബേ ഇവൻ സൈത്താന്റെ ഫാമിലി മോഹനയിലൊറ്റ പല്ലില്ലെങ്കിലും മേക്കപ്പിനൊരു കുറവില്ല മോന്തയിൽ വീണൊരു കുഴികൾ തൂർക്കാൻ പൗഡർ കമ്പനി തികയില്ല കൃത്യം പ്രായമതറിയില്ലേലും ഏറിയാൽ 80 കവിയില്ല വിക്കന്മാരുടെ നേതാവെങ്കിലും മിണ്ടാഞ്ഞാലത് തിരിയില്ല കൂട്ടിനു വന്നൊരു സൈതാലിക്കും ഫോട്ടം കണ്ടത പിരികേറി കാട്ടിലിരുന്നൊരു മക്കടൻ നാട്ടിലിറങ്ങിയ പോലൊരു ചങ്ങാതി കടം വാങ്ങി പലഹാരം കടം വാങ്ങി പലഹാരം പല ജാതി കരുതി കുടവയർ തുമ്പത്ത് കുഞ്ഞാലി തടവി അല്ലാ മുറിപ്പല്ല സംഹാര താണ്ഡവമാടി പണ്ടാറടക്കുവാൻ അല്ലോ ഷുഗറങ്ങ് കൂടി ബഹളം കേട്ട് പെണ്ണിൻ്റുമ്മ വന്ന് ചെറുക്കനെ നോക്കുന്നു തീമുറിയിൽ ഒരു രണ്ടാം ലോക യുദ്ധം തന്നെ നടക്കുന്നു മോന്തയിൽ തൂങ്ങിയൊരു ശാന്താടി താളം തെറ്റി ചലിക്കുന്നു 2.5 മാസം മുമ്പേ ചത്തൊരു ആടിനെയോർത്ത് ചിരിക്കുന്നു അഞ്ചാറ് പിഞ്ഞാണം ചുടുചായ മോന്തി ബേജാറിലൊരു പാത്രം മുഖമാകെ ചിന്തി കരിമോന്തയിൽ തേച്ച കുമ്മായമിളകി ഉമ്മാന്റെ ഓർമ്മയിലെവിടെയോ ഇടിവാള് പണ്ടെന്നെ പെണ്ണു കാണാൻ വന്നുള്ള മൂപ്പിരാനെ കണ്ടിട്ടായും നടുങ്ങി കുറ്റിച്ചൂലൊന്നെടുത്ത് ചീറ്റിക്കൊണ്ടങ്ങടുത്ത് ഇടയിൽ ദല്ലാളി കുടുങ്ങി പണ്ടും പണം കൊടുക്കാനില്ലാത്ത വീടുകളിൽ ഉണ്ടാകാറുള്ള പുതുമ തന്നം മീതെന്നു തീരും മണ്ണില് പൊന്നിന്റെ മോഹമില്ലെങ്കിൽ ദീനിൽ
തീർത്ഥക്കുട്ടി വരുമ്പോ ചൂലായിട്ടാണല്ലോ വന്നേ. എന്താ അത് ഞാൻ നിങ്ങളെ പേടിപ്പിക്കാൻ വേണ്ടി വെറുത്തെടുത്തതാ. വെറുതെ എടുത്താണ്? ഞാൻ വിചാരിച്ചു ഇതിന്റെ പെർഫോമൻസിനിടയിലൊക്കെ ഉപയോഗിക്കാനായിരിക്കും. നമ്മൾ ചെറുതായിട്ടൊക്കെ പേടിച്ചു കേട്ടോ. ആരും വിഷമിപ്പിക്കാനൊന്നും അല്ലല്ലോ അല്ലേ? അപ്പൊ അതുകൊണ്ട് ഹാപ്പിയാണ്. അപ്പൊ എന്തായാലും സീരിയസ്ലി സ്പീക്കിംഗ് ഭയങ്കര ത്രോ ഉള്ള വോയിസ് ആട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ തീർത്ഥയുടെ ശബ്ദം. ഓക്കെ തീർത്ഥ, എന്തായാലും നമുക്ക് കമന്റ്സിലേക്ക് പോവാം. ആദ്യമായിട്ട് ചോദിക്കാം. കുഴപ്പമില്ല അല്ലേ? നമുക്ക് ജിഷ ചേച്ചിയുടെ ആദ്യം ചോദിച്ചാലോ? ജിഷ ചേച്ചി ഞെട്ടിച്ചു കളഞ്ഞു. കാരണം എന്താ അറിയോ, മോള് ഭയങ്കര ഇങ്ങനെ സൈലന്റ് ആയിട്ട് ഒരു വശത്ത് നിൽക്കണ്. അൻഷി മോളുടെ കൂടെ എപ്പോഴും കാണാം. ഭയങ്കര ഹെൽപ്പിംഗ് എന്നല്ല, അതിനപ്പുറം എംപതൈസ് ചെയ്യാന്നൊക്കെ പറയാം. കാരണം ഞാനൊരിക്കൽ ലിഫ്റ്റിൽ നിന്ന് മോളെ കണ്ടപ്പോൾ ചോദിച്ചു, നിങ്ങൾ നേരത്തെ ഫ്രണ്ട്സ് ആണോ? ഓർക്കുണ്ടോ ലാസ്റ്റ് ടൈം? അത്രയ്ക്കും എന്താ പറയുക, നല്ലൊരു മനസ്സുള്ളൊരു മോളാട്ടോ. അപ്പോൾ ഒത്തിരി ദൈവം അതിനെ ബ്ലസ് ചെയ്തിട്ടുണ്ട് മോളെ. തീർച്ചയായും ഇന്ന് എൻ്റെ എല്ലാ എക്സ്പെക്റ്റേഷനും എബവ് ആണ് പാടിയത്. കാരണം ഞാൻ വിചാരിച്ചിട്ടുണ്ട് ഫസ്റ്റ് നമ്പർ പാടുമ്പം ഭയങ്കര വെൽവേഴ്സ്ഡ് ആണ്, നല്ല നോളജ് ഉള്ള കുട്ടിയാണ്. അത്രയും ജ്ഞാനമുണ്ട് മോക്ക്. എങ്ങനെയാവും ഈ ഒരു നജീമക്കൊക്കെ പറഞ്ഞ വേറൊരു നമ്മുടെ പഴയ ഒരു സ്റ്റൈലിലുള്ള സിംഗിങ് മോൾക്ക് ഞാൻ പലപ്പോഴും കേട്ടിട്ടുണ്ട്, വളരെ യുണീക്കായിട്ട്. അങ്ങനെ ഒരാളൊരു ഫാസ്റ്റ് നമ്പർ എങ്ങനെയാവും പാടുക എന്ന് ഞാൻ ഒത്തിരി വിചാരിച്ചിട്ടുണ്ട്. പക്ഷേ എക്സലൻ്റ്, നമ്മുടെയൊക്കെ എക്സ്പെക്റ്റേഷൻ മച്ച് എബവ് ആണ് മോളെ എത്തിയത്. സൂപ്പർ മോളെ, അൾട്ടിമേറ്റ് എന്നൊക്കെ പറയില്ല, നന്നായി ചെയ്തു. നല്ല ഫീൽ നല്ലോണം ഉണ്ടായിരുന്നു. നല്ല മെസ്സേജ് ഉള്ളൊരു പാട്ടായിരുന്നു. നല്ലൊരു ഫാസ്റ്റ് നമ്പർ ആണെങ്കിൽ കൂടെ അതിൽ വലിയൊരു മെസ്സേജ് കൺവേ ചെയ്യുന്നുണ്ട്. നമുക്ക് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടല്ലോ, ഇനി പറയണ്ടല്ലോ എന്നതാണ്. ചില ഭാഗത്തൊക്കെ എനിക്ക് തോന്നി ഈ കീബോർഡിൽ നിന്നൊക്കെ സൗണ്ട് വരണ മാതിരി, അത്ര റെക്കോർഡ് പ്ലേ ചെയ്യുന്ന മാതിരിയാണ് മോള് വരണേ. അത്രയ്ക്ക് ബ്യൂട്ടിഫുൾ ആണ്. മോളുടെ ഈ പാട്ടെന്ന് പറയുന്ന കുറേ പാട്ടുകളുടെ മിക്സ് ട്യൂണാണ്. കുറേ പാട്ടുകളുടെ ട്യൂൺ മിക്സ് ചെയ്തിട്ടാണ് ഈ പാട്ടിൽ വന്നിട്ടുള്ളത്. എന്താ പറയുക, കുറേ കുട്ടികളാണെങ്കിലും വലിയവരാണെങ്കിലും എന്താ പറയുക, ഈ കോമഡി ടൈപ്പ് സോങ്സ് പാടുന്ന കേട്ടിട്ടുണ്ടെങ്കിലും എനിക്ക് ഒരു പ്രത്യേക ഒരു പുതുമ തോന്നും മോള് പാടിയതിൽ. കാരണം എല്ലാവരും ആ ഒരു കോമഡി എക്സ്പ്രഷൻ മിക്ക പേരും ആ ഒരു സ്റ്റൈലിൽ പാടാൻ ശ്രമിക്കാറുണ്ട്. എന്നാലും മോളുടെ ആ ഒരു എന്താ പറയുക, ഒരു മുറിപ്പല്ലാൽ അവിടെയൊക്കെ ടോൺ മാറ്റി പാടി ഭയങ്കര കൂളായിട്ട് പാടുന്നുണ്ട്. ഓരോ സംഗതികളും ഫസ്റ്റൊക്കെ പാടിയ പണമില്ലെങ്കിൽ അതൊക്കെ എക്സലൻ്റ് ആയിരുന്നു. ഭയങ്കര എന്താ പറയുക, ക്ലീൻ ആൻഡ് പെർഫെക്റ്റ്. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി കേട്ടോ. ഓൾ ദ ബെസ്റ്റ്. ജഡ്ജസ് പറഞ്ഞപ്പോൾ നമ്മൾ കുറേ പ്രാവശ്യം തിങ്ക് ചെയ്തിട്ടുണ്ട്. ഭയങ്കര സൈലന്റ് ആണ് തീർത്ഥ. പക്ഷെ ഇവിടെ എത്തിയിട്ട് വേറൊരു പുതിയ മുഖം ഓൺ സ്റ്റേജിൽ നല്ല രസമായിട്ട് പാടി കേട്ടോ. ഞാൻ വിട്ടുപോയത് അതാണ്. നജീംക, എങ്ങനെ ഉണ്ടായിരുന്നു തീർത്ഥയുടെ പെർഫോമൻസ്? തീർത്ഥ, ഞാൻ എന്തേലും പറയണോ? എല്ലാവരും പറഞ്ഞു ബ്രില്യൻറ്റ് ആൻഡ് ബ്യൂട്ടിഫുൾ സിംഗിങ് കേട്ടോ. ബ്രില്യൻ്റ് എന്ന് പറഞ്ഞത് നല്ലൊരു സെലക്ഷനാണ് എടുത്തത്. കാരണം ഒരു കോമഡി റൗണ്ടാണ്, എന്നാലും നമുക്ക് പാടി മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള കുറേ സംഭവങ്ങളുണ്ട് ഇതിനകത്ത് കേട്ടോ. അപ്പോൾ നന്നായിട്ട് പാടിയിട്ടുണ്ട്, പ്രത്യേകിച്ചൊന്നും പറയാനില്ല. നല്ല കോൺഫിഡൻസ് ലെവൽ വളരെ ഹൈ ആയിരുന്നു. പിന്നെ അതുപോലെ തന്നെ ഒരു നല്ല ഫീൽ ഉണ്ടായിരുന്നു പാടുന്നതിൽ. സ്ലോയിൽ വരുന്ന പോർഷൻസ് ഒക്കെ പാടുന്നത്, കഴിയുന്നു ചെറ്റക്കുടലിൽ തരുണികൾ കഴിയുന്നു എന്ന് പറയുന്നില്ലേ, അതൊക്കെ നല്ല ഫീലോടുകൂടിയാണ് പാടിയത്. അപ്പം സൂപ്പർ, ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു നജീംക. നമുക്ക് മാത്സിലേക്ക് പോകാം അല്ലേ? ഇതിൽ നല്ല ഭംഗിയായിട്ട് ഭയങ്കര ഇഷ്ടമുള്ള ഡ്രസ്സ് ആരുടെയായിരുന്നു? ആരാ? സജിലത്ത. യെസ്, സ്പെഷ്യൽ കോംപ്ലിമെന്റ് എനിക്ക് പറഞ്ഞെന്നുണ്ടായിരുന്നു, അതുകൊണ്ടാണ് ഞാൻ തീർത്ത വഴി പറഞ്ഞു വന്നത്. നല്ല രസമാണ് കേട്ടോ റെഡില് കാണാൻ. റെഡില് ഞാൻ സുന്ദരിയാന്ന് പറഞ്ഞപ്പോ ഇവിടുന്ന് ചോദിക്കാം മഞ്ഞായിട്ടാ കൊള്ളില്ലേ? കൊള്ളാമോ? അഡ്ജസ്റ്റ് ചെയ്യാം, ഇത്രയൊന്നും വരില്ല. ഞാൻ പറഞ്ഞു കുറെ പാട്ടുകളുടെ മിക്സ് ആണ് അല്ലെ. ഒറിജിനൽ സോങ്ങിന്റെ ഒരു കോപ്പി ചെയ്തിട്ടാണ് ഇതിൽ മിക്സ് ചെയ്തില്ല. അപ്പൊ നമ്മൾ ആ ഒറിജിനൽ സോങ് 2 സോങ് മിക്സ് ചെയ്തിട്ട് നമ്മൾ പാടാൻ പോവാം. യെസ് പ്ലീസ്. അഖില ചരാചര പാലകനി അകമറിയുന്നോരല്ലാഹു നീ, അൽഹംദുടയ നായകനി അകമറിയുന്നോരല്ലാഹു നീ, അഖില ചരാചര പാലകനി അകമറിയുന്നോരല്ലാഹു നീ, അൽഹംദുടയ
പക്കാ മദീന തണവാ ആരേതും വിട്ടിടുക ഈരാഴുമൊത്ത ഷഹർ പാറാൽ പോരുത്ത പിറകെ ഹക്കാന കോന മറാൽ മക്കാബ് വിട്ട് നബി പക്കാ മദീന തണവാ ആരേതും വിട്ടിടുക ഈരാഴുമൊത്ത ഷഹർ പാറാൽ പോരുത്ത പിറകെ. ഇഷ്ടായില്ലേ ഓഡിയൻസ്? തീർത്ഥക്കുട്ടിക്ക് ഇഷ്ടായില്ലേ? നിങ്ങൾക്ക് എല്ലാവർക്കും പെത്ത് ഇഷ്ടായി. അപ്പൊ എന്തായാലും ടോട്ടലി വേറെ മൂഡിലേക്ക് വന്നു അല്ലേ നമ്മള്? പട്ടുമാലിൽ അടുത്തതായി ഇശൽ മുത്ത് റൗണ്ടാണ്. ഇശൽ മുത്ത് റൗണ്ടിൽ ജഫ്സൽ വെയിറ്റ് ആണ്. ഐ വെൽക്കം ഹിം ഓൺ ദ ഫ്ലോർ ഓഫ് കുട്ടി 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 പട്ടുമാൽ. കുട്ടി പട്ടുമാലിലെ മറ്റൊരു ഫ്രീക്കൻ ഹെയർ സ്റ്റൈലൊക്കെ ക്ലാസ് ആയിട്ടുണ്ട് കേട്ടോ. കഴിഞ്ഞ പ്രാവശ്യത്തിനെ കേട്ടോ കിടന്നായിട്ടുണ്ട് കേട്ടോ. ചേട്ടൊരു മസാല ദോശ. വെയിറ്റർ അല്ല കേട്ടോ, നമ്മുടെ സിംഗറാ. ഡ്രസ്സൊക്കെ കണ്ടിട്ട് തോന്നിയതാ കേട്ടോ. കേട്ടോ കോസ്റ്റ്യൂം കുറച്ചും കൂടെ ഡിഫറെന്റ് ആക്കണം കേട്ടോ. അവൻ ഡെസ്പായി കേട്ടോ, ഡെസ്പായി പാവം കേട്ടോ. എന്തെന്നറിയോ, നിന്റെ ഈ സ്റ്റൈലൊക്കെ കുറച്ച് കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് ഇതൊക്കെ കാണിച്ചത്. ഓക്കെ, നോട്ടായിട്ട് വെച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പൊ എന്തായാലും ഇത് പെർഫോമൻസിന് ഞെട്ടിക്കണം കേട്ടോ. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു.
ജഫ്സൽ കരയരുത്. എല്ലാവർക്കും മറവിയുണ്ട്, എല്ലാരും മറക്കും. കോമ്പറ്റീഷനാണ്. തിരിച്ചു വന്നില്ലേ, അതാണ് പ്ലസ് പോയിന്റ്. ഒരു വലിയ കൈയടി കൊടുക്കൂ പ്ലീസ്. നിങ്ങളൊക്കെ സപ്പോർട്ട് ചെയ്യാനില്ല. ഓർക്കസ്ട്ര ചേട്ടന്മാരൊക്കെ പഠിക്കുമെന്ന് പറയല്ലേ, ധൈര്യത്തിൽ പാടാം കേട്ടോ. ഓക്കെ, അപ്പൊ നമുക്ക് എന്തായാലും ജഡ്ജസിന് ചോദിക്കാം. ഓക്കെ, ജഫ്സലിന്റെ പെർഫോമൻസ് എങ്ങനെ ഉണ്ടായിരുന്നു? നജീം കാ, ബാബുഖാന്റെ ഒരു സൂപ്പർ കോമ്പോസിഷനാണ് സെലക്ട് ചെയ്തത്. അത് ജഫ്സൽ എന്താ പറഞ്ഞത്, ഒരു ഫിനോമിനൽ പെർഫോമൻസ് ആയിരുന്നു കേട്ടോ. സൂപ്പർ, നന്നായിട്ട് പാടി, നല്ല രസത്തില് എല്ലാം. ഞങ്ങളങ്ങനെ അതിലിങ്ങനെ ലയിച്ച് വരുന്ന സമയത്താണ് ആ ഒരു പെട്ടെന്നൊരു മറന്നുപോയത് ലിറിക്ക്. ശരിക്കും അതൊക്കെ വരി തിരിച്ചു വരണേന്ന് ഞങ്ങളെല്ലാവരും ആത്മാർത്ഥമായിട്ട് ഇങ്ങനെ പ്രാർത്ഥിക്കുമായിരുന്നു. പക്ഷെ അത് തിരിച്ചു പാടിയപ്പോൾ ശരിക്കും ഞാൻ എൻ്റെ കണ്ണിന് വെള്ളം നിറഞ്ഞു. അത് ജഫ്സലിന്റെ ആ സിംഗിങ്ങിന്റെ ഒരു പവറാണ്. എടുത്ത് പാടിയതൊക്കെ നന്നായിട്ടുണ്ടായിരുന്നു. പിന്നെയുള്ള പെർഫോമൻസ് ഒക്കെ എന്താ പറയണേ, ഔട്ട്സ്റ്റാൻഡിങ് ആയിരുന്നു. നന്നായിട്ട് തന്നെ പാടി കേട്ടോ. ഓക്കെ മോനെ, ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു നജീം കാ. ആ കണ്ണീര് തുടച്ചേ, സ്പിരിറ്റ്. അതാണ് നമ്മുടെ ജഫ്സൽ കുട്ടൻ. ഓക്കെ, അപ്പൊ നമുക്ക് അടുത്ത കമന്റ്സിലേക്ക് പോവാം. സജിലെത്താം. ജഫ്സൽ എന്തോ നന്നായി പാടി. നന്നായി പാടി വരുമ്പോൾ ശരിക്കും എന്താ പറയാ, കണ്ണേറ് കിട്ടി. കണ്ണേറൊക്കെ ഉള്ളത് തന്നെയാ കേട്ടോ. അത് കണ്ണേറ് തട്ടിയ പോലെ തന്നെ ഉണ്ടായിരുന്നു. ഇത് താത്തയാണോ ഇവിടെ ഇരിക്കുന്നേ? അല്ല, മാമിയോ? ഉമ്മാന്റെ അനിയത്തി. എന്തൊരു ടെൻഷനായിരുന്നു. പെട്ടെന്ന് ഞാൻ നോക്കുമ്പോ ഒരാൾ ഭയങ്കരമായിട്ട് കരയാ. ഇതെന്താ ഇങ്ങനെ കരയുന്നേ? നോക്കുമ്പോ ഭയങ്കര ടെൻഷനായിരുന്നു. മോൻ അവിടുന്ന് പാടൂല. പാടിക്കഴിഞ്ഞപ്പോ എന്തൊരു സന്തോഷമായിരുന്നു എന്നറിയോ. പിന്നെ കരയുന്നു, സന്തോഷം കാണിക്കുന്നു. സത്യം പറഞ്ഞാൽ പിന്നെ അത് മാത്രല്ല, നിന്റെ ഫ്രണ്ട്സ് അവിടുന്ന് പാട് നീ അവിടെ നിന്നിട്ട് പാടുന്നില്ല. അപ്പൊ അവിടുന്ന് ഭയങ്കരമായിട്ട് പറയണ പാട്, അങ്ങനെ പാടി മോന്. അതാണ് ഏറ്റവും വലിയൊരു കാര്യം. അവിടെ നിർത്തിയിട്ടുണ്ടെങ്കിൽ പോയി, മാർക്കിടാൻ പറ്റില്ല. എന്നാലും മോനാ ധൈര്യം കാണിച്ച്, സത്യം പറഞ്ഞാൽ ആരാണെങ്കിലും അവിടുന്ന് പെട്ടെന്ന് മറന്നുപോയി പിന്നീടുള്ള ലിറിക്സ് ഒന്നും ഓർമ്മ വരില്ല. ഫുൾ ബ്ലാങ്ക് ആയിരിക്കും. നമുക്ക് അങ്ങനെയാണല്ലോ, എന്തെങ്കിലും പെട്ടെന്ന് സംഭവിച്ചാൽ പിന്നെ ബാക്കിയൊന്നും ഓർമ്മ ഉണ്ടാവില്ല, ഫുൾ ബ്ലാങ്ക് ആയിട്ട് വെക്കും. പക്ഷെ മോനത് അടുത്ത വരികൾ ഓർത്തെടുത്ത് ഒരു പാടലങ്ങ് പാടി. അങ്ങനെ ഒരിക്കലും നിർത്തിയിടുത് കേട്ടോ. പിന്നെ മറക്കാനും പാടില്ല വരികള്. ടെൻഷനൊന്നും ആവണ്ട. നന്നായി പാടാൻ പറ്റുന്ന മോനാണ്, നന്നായി പാടിയിട്ടുണ്ട്. ഫസ്റ്റത്തെ ആ ഒരു ഹമ്മിങ് മാത്രം കുറച്ചുകൂടെ ഒന്ന് വൃത്തിയാക്കണം തോന്നിയിട്ടു. ബാക്കി സംഗതികളൊക്കെ അനുഗ്രഹകാലമായി അമീനുള്ള ജാതനായി അവിടെയൊക്കെ വരുന്ന സംഗതികളൊക്കെ പെർഫെക്റ്റ് ആയിരുന്നു. ഓൾ ദ ബെസ്റ്റ്. മോനെ അങ്ങ് മറന്നപ്പോൾ ഞങ്ങളുടെ എല്ലാവരുടെയും കണ്ണ് നിറഞ്ഞു പോയി. പക്ഷെ മോനെ പാടിയിപ്പം ഞാൻ എൻ്റെ മോനെ അവിടെ നിന്ന് എങ്ങനെ പാടണം എന്ന് ആഗ്രഹിക്കുമോ അത്രയും കൊതിച്ചിട്ടുണ്ട് ഞങ്ങളെല്ലാവരും. മോൻ പാടിയപ്പോൾ ഉണ്ടായൊരു ഫീൽ എന്താന്ന് പറയാൻ അറിയില്ല കേട്ടോ. എൻ്റെ മോൻ അവിടെ നിൽക്കുകയാണ്, ഞാനിവിടെ മോൻ്റെ ഉമ്മ ഇരിക്കണേ വെച്ചാൽ ഓടി വാ.
നന്നായി പാടി കേട്ടോ. എങ്ങനെ പാടി? നന്നായി പാടി പറ. നന്നായി പാടി. ആ നല്ല. അയ്യോ എന്താ പറയാ, അത്രയ്ക്ക് നന്നായിട്ട് പാടി. മോന്റെ ഒരു പ്രസൻസ് ഓഫ് മൈൻഡ് ഉണ്ടല്ലോ. പാടണേന്ന് ഞങ്ങളൊക്കെ പ്രാർത്ഥിക്കുമ്പോൾ ദൈവം ഞങ്ങളുടെ എല്ലാം പ്രാർത്ഥന കേട്ടു. മോൻ പാടി കേട്ടോ. മോനെ കീപ് ഇറ്റ് അപ്പ്. ഞാൻ എന്നെ പോട്ടെ കേട്ടോ. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു ജിജു ചേച്ചി. യെസ്, ഇത് ജഫ്സലിനും ബാക്കിയുള്ള എല്ലാ കണ്ടസ്റ്റൻസിനും ഉള്ളതാണ്. പാടി മറന്നു പോയാൽ നിന്ന് കഴിഞ്ഞാൽ അവർക്ക് മാർക്സ് കൊടുക്കാൻ പറ്റില്ല അല്ലേ? അത് നമ്മൾ റീകളക്ട് ചെയ്ത് നമുക്ക് തിരിച്ച് പാടണം. പാടിയാലല്ലേ അവർക്ക് മാർക്സ് കൊടുക്കാൻ പറ്റുള്ളൂ. ആ ഒരു ധൈര്യം ആണ് വേണ്ടത്. എന്തായാലും ജഫ്സലെ പോലെ മറക്കുകയാണെങ്കിൽ തിരിച്ച് റീകളക്ട് ചെയ്ത് പാടൂ. ഓക്കെ കണ്ടസ്റ്റൻസ്? ഓക്കെ, എന്തായാലും ഒരു എക്സാമ്പിൾ ആവട്ടെ ജഫ്സൽ. ഓക്കെ, നമുക്ക് മാർക്സിലേക്ക് പോവാം. ഓക്കെ, സ്റ്റാർട്ട്സ് വിത്ത് നജീം കാ. ഔട്ട് ഓഫ് 40 ജഫ്സൽ പാട്ട് നിർത്തിയിരുന്നെങ്കിൽ കുറഞ്ഞു പോയനായിരുന്നു. അപ്പോൾ എടുത്ത് പാടിയത് നന്നായി തന്നെ പാടി. ബാക്കിയുള്ളവർക്ക് എല്ലാവർക്കും ഒരു ഇൻസ്പിറേഷൻ ആവട്ടെ. അത് 39 out of 40. സജിലത out of 30. 28.5. 28.5 out of 30. ജീഷ ചേച്ചി out of 30. നല്ലോണം ചിരിച്ചേ, എന്നാലേ മാർക്ക് ഇറക്കുള്ളൂ. ഇത് വെയിറ്ററിന്റെ ചിരിയാണ് കേട്ടോ. മസാല ദോശ കൊണ്ടു വെച്ചല്ലേ മോനെ. ഓൺ 30, 28.5. 28.5 out of 30. So in total 96 out of 100. ജഫ്സൽ, ഇവിടെ നിന്ന് കരഞ്ഞപ്പോ ഇത്രയും മാർക്ക് കിട്ടുമെന്ന് പ്രതീക്ഷിച്ചായിരുന്നോ? കണ്ട, ഇതാണ് കോൺഫിഡൻസ്. കോൺഫിഡൻസ് ഉണ്ടെങ്കിൽ നമുക്ക് ഇച്ചിരിയെങ്കിലും നമുക്ക് ഹൈറ്റ്സിൽ എത്താൻ പറ്റും. ഓക്കെ, നെക്സ്റ്റ് ടൈം നല്ല ഓർത്ത് എല്ലാം പഠിച്ച് മാക്സിമം മാർക്സ് സ്കോർ ചെയ്യണം. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. ശ്രീകുട്ടി, എങ്ങനെയുണ്ടായിരുന്നു ഇന്നത്തെ എപ്പിസോഡ്? സൂപ്പർ ആയിരുന്നു. സൂപ്പർ ആയിരുന്നു. അപ്പൊ നമുക്ക് അതേ ജോഷോടെ നമുക്ക് അടിച്ച് പൊളിച്ച് വൈൻഡപ്പ് ചെയ്താലോ? നമുക്ക് എപ്പോഴും നമ്മൾ എല്ലാവർക്കും ഭയങ്കര ഫേവറേറ്റ് ആണ് നമ്മുടെ ജഡ്ജസിന്റെ പാട്ട്. അതെ, എല്ലാരും പാടി ഭയങ്കര സന്തോഷത്തോടെ നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. എല്ലാ കൂട്ടുകാരും ഒത്ത് വെൽക്കം ചെയ്യാം അവരെ. ജഡ്ജസ്, കൂട്ടുകാരെ ഓടി വരൂ. കണ്ണിൽ മുര കൊണ്ട നിടനെഞ്ചിനകം വെട്ടി പിടിച്ചൊരു പെണ്ണാളെ, എന്തേ പിടയ്ക്കുന്ന കരളുള്ളിൽ മുഹബത്തിൻ മധുരത്തെ ഒലിപ്പിച്ച കണ്ണാളെ, എന്നെ കൊതുക്കിയ ഭൂമോളെ. കടക്കണ്ണിൽ മുര കൊണ്ട നിടനെഞ്ചിനകം വെട്ടി പിടിച്ചൊരു പെണ്ണാളെ, എന്തേ പിടയ്ക്കുന്ന കരളുള്ളിൽ മുഹബത്തിൻ മധുരത്തെ ഒലിപ്പിച്ച കണ്ണാളെ, എന്നെ കൊതുക്കിയ ഭൂമോളെ. ഇമ്മലയാളത്തിക്കുറി വന്നതുപോലെ തുരുമല വെള്ളം തമ്മൽ മുമ്പ് കയറിയതാരും കണ്ടില്ല. എത്രമാണ് പീടിക വീടും തോടും മല വെള്ളം കുത്തിയിടിഞ്ഞൊലിച്ചതിനൊന്നും മാറ്റില്ല. ഇമ്മലയാളത്തിക്കുറി വന്നതുപോലെ തുരുമല വെള്ളം തമ്മൽ മുമ്പ് കയറിയതാരും കണ്ടില്ല. എത്രമാണ് പീടിക വീടും തോടും മല വെള്ളം കുത്തിയിടിഞ്ഞൊലിച്ചതിനൊന്നും മാറ്റില്ല. ചിരിയും തമാശകളും നല്ല ഗാനങ്ങളുമായി ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന ഒരു പിടി നല്ല ഇഷ്ടലുകളുമായി അടുത്ത എപ്പിസോഡിൽ കാണാം. Until then, bye bye from കുട്ടി കുട്ടി കുട്ടിപ്പട്ടുമാൽ.